ഇനിയും മലയാളം ടൈപ്പിംഗ് പഠിച്ചില്ല. മലയാളം ടൈപ്പിംഗ് ഈസിയായി പഠിക്കുക. കീബോർഡ് കണ്ടു തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഞങ്ങളിതാ അവസരം ഒരുക്കി തരുന്നു. വേഗം പോയി ഈ വീഡിയോ കണ്ടോളൂ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വീഡിയോ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ISM ടൈപ്പിംഗ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിലാവുന്നതിന് വേണ്ടി കണ്ടുകൊണ്ട് തന്നെ പഠിക്കാം. നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ച് നോക്കി കണ്ടുപിടിക്കുന്നതിന് അല്പസമയം എടുക്കും. ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ കയറി ISM CDAC എന്ന് ടൈപ്പ് ചെയ്യുക. ഒന്നുകൂടി പറയാം, ISM CDAC. ഫസ്റ്റ് കാണുന്ന സൈറ്റിൽ തന്നെ കയറി നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നു. ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇതേപോലെ കാണാം. CDAC ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ആണ് സൈറ്റ്. ISM ഇതിൽ ഇൻസ്ക്രിപ്റ്റ് മെത്തേഡ് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നുണ്ട്. വിവിധതരം ഭാഷ, ഇന്ത്യയിലെ എല്ലാ ഭാഷകളെ കുറിച്ചിട്ട് പ്രത്യേകം പറയുന്നുണ്ട്. ഇതിൽ ISM ഇൻ്റലിജൻറ്റ് സ്ക്രിപ്റ്റ് മാനേജറാണ് ISM. ഇതിൽ നമ്മുടെ കമ്പ്യൂട്ടറിന് ഏതാണോ 32 ആണോ 64 ആണോ കണക്കാക്കിയിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിലെ ഭാഷകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എല്ലാ ഭാഷകളും ഒട്ടുമിക്ക ഈ ഭാഷകൾ അതിൽ കാണുന്നുണ്ട്. മലയാളത്തിന് വേണ്ടി നമ്മൾ മലയാളം ഓൾറെഡി ഇതിലേക്ക് ഇൻപോർട്ട് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് 64 ആണോ 32 ബിറ്റ് ആണോ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഒന്ന് നോക്കുക. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കിയാൽ മതി. നിങ്ങൾ 64 MB ആണോ അത് നോക്കണമെങ്കിൽ നമ്മളെ കമ്പ്യൂട്ടറിൽ കയറുന്ന പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സിസ്റ്റം 34 ബിറ്റ് ആണോ 64 ബിറ്റ് ആണോ അവിടെ കാണിക്കും. ഇതേപോലെ സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ അത് നോക്കിയിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടത്. നേരെ ആപ്ലിക്കേഷനിൽ വന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഇൻ്റർഫേസ് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ അത് ഡൗൺലോഡ് ആയി കഴിഞ്ഞ് ഇതാണ് ഇൻ്റർഫേസ് വരുന്നത് ISM ബേസിക്കിൻ്റെ. അപ്പോൾ മലയാളം ഭാഷ സെലക്ട് ചെയ്യുന്നത് ഫ്ലോട്ടിംഗ് കീബോർഡ്. ഇതാണ് പ്രത്യേകത ശ്രദ്ധിക്കേണ്ടത്. കീബോർഡ് ഫ്ലോട്ടിംഗ് ആക്കി വെക്കുക. ഇൻസ്ക്രിപ്റ്റ് ലിപിയാണ്. ISM ഇൻസ്ക്രിപ്റ്റാണ്. ടൈപ്പ് റൈറ്റർ ഒന്നും വേണ്ട. അപ്പോൾ ഇതേപോലെ ഫ്ലോട്ടിംഗ് ആയിട്ട് തന്നെ കീബോർഡ് നമുക്ക് കൺമുന്നിൽ തന്നെ കണ്ടുകൊണ്ട് തന്നെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് കണക്കാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അടുത്ത നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ടാണോ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ നേരെ ഞാൻ വേർഡ് എടുക്കുന്നു. വേർഡിൽ ഇതിൽ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് നേരെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നു നമ്മുടെ കീബോർഡ്. അപ്പോൾ നിങ്ങൾക്ക് മൗസ് ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യുക. അതല്ല വേണ്ടത്, കീബോർഡ് കൈകൊണ്ട് തന്നെ ടൈപ്പ് ചെയ്യുന്നതാണ് നല്ലത്. ഇതേപോലെ അക്ഷരങ്ങളെല്ലാം ഇതേപോലെ നമുക്ക് വരാവുന്നതാണ്. ഇതിൻ്റെയൊക്കെ നല്ല നല്ല വീഡിയോകൾ ഇതിന് മുന്നേ നിങ്ങൾ ഇൻസ്ക്രിപ്ഷനിൽ നോക്കണം. അത് അവിടെ കണ്ട് ലിങ്കുകൾ നോക്കിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ പാർട്ട് ഭാഗങ്ങൾ നിങ്ങൾ കണ്ടുപഠിക്കണം. ഇതെല്ലാം ഭാഗങ്ങളായിട്ട് തിരിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് ക്ലാസ്സുകളുണ്ട്. അതെല്ലാം നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതാണ്. എങ്ങനെയാണ് ഇരട്ടിപ്പ് വരുന്നതും എങ്ങനെയാണ് മറ്റുള്ള വ്യഞ്ജനാക്ഷരങ്ങളും സ്വരാക്ഷരങ്ങളും ചേർന്ന് വരുന്നത്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ കീബോർഡ് ഇതാണ്. കീബോർഡിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്യാപ്സ് ലോക്ക് ബട്ടൺ കാണാം. അപ്പോൾ നിങ്ങൾക്ക് മൗസ് ഉപയോഗിച്ചിട്ട് ക്യാപ്സ് ലോക്ക് ബട്ടൺ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ബട്ടണൊക്കെ എല്ലാം കിട്ടും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ തീർക്കാവുന്നതാണ്. ഇതേപോലെ എല്ലാ അക്ഷരങ്ങളും ഇരട്ടിപ്പോ എല്ലാ അക്ഷരങ്ങളും കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ വേണ്ടത് യൂണിക്കോഡ് ഫോണ്ടാണ്. അപ്പോൾ യൂണിക്കോഡ് ഫോണ്ടും കൂടി നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ എങ്ങനെ യൂണിക്കോഡ് ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാമെന്ന് ഇതിന് മുന്നത്തെ ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ള വീഡിയോകൾ നിങ്ങൾ നോക്കണം. അപ്പോൾ അത് ലിങ്കിൽ നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ISM 6ൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിയും. അതേപോലെ തന്നെ ഇംഗ്ലീഷ് ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷും മലയാളവും പരസ്പരം മാറി മറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്ന പ്രക്രിയയാണിത്. അപ്പം ടൈപ്പിംഗ് ജോലികളെല്ലാം ചെയ്യുന്നവർക്കും ഗവൺമെൻറ് ഒഫീഷ്യൽ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തീരുന്നു. പഠിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാം. കൈകൊണ്ട് തന്നെ ചെയ്ത് പഠിക്കണം. അപ്പോഴോട് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. എല്ലാവരും പോയി പഠിക്കും.